ഗുരവേ നമഃ. നമുക്ക് എന്തുകൊണ്ട് ദുഃഖമുണ്ടാകുന്നു? നല്ലതും അല്ലാത്തതുമായ ചിന്തകളുണ്ടാകുന്നു. കാഴ്ചപ്പാടുകൾ എങ്ങനെ രൂപപ്പെടുന്നു? അടിസ്ഥാന സ്വഭാവങ്ങളും സ്വഭാവ വൈകല്യങ്ങളും എന്തുകൊണ്ട് മാറ്റാൻ സാധിക്കുന്നില്ല? എന്നാൽ ഇത് മാറ്റാൻ ഒരു മാർഗമുണ്ടോ? ഇതറിയണമെങ്കിൽ മനസ്സിൻ്റെ പരിണാമത്തെക്കുറിച്ച് നമ്മൾ അറിയണം. മനസ്സിനെക്കുറിച്ചുള്ള പഠനം ഇന്ന് നടക്കുന്നത് ഉപരിതലത്തിൽ മാത്രമാണ്. പ്രശ്നങ്ങളുടെ കാരണമറിയാതെ പരിഹാരം സാധ്യമല്ല. മനസ്സിൻ്റെ പരിണാമത്തെക്കുറിച്ചും മനസ്സിനെ എങ്ങനെ ശുദ്ധീകരിക്കാം എന്നതിനെക്കുറിച്ചും സംപൂജ്യ ഗുരുനാഥൻ ബോധിസത്വൻ മാധവാചാര്യൻ നൽകിയിട്ടുള്ള ലോകം ആദ്യമായി അറിയുന്ന അറിവുകളാണ് ഈ പോഡ്കാസ്റ്റിലൂടെ പങ്കുവയ്ക്കുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ വിജ്ഞാനപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. ഈ ചാനലിലൂടെ എല്ലാ ദിവസവും രാവിലെ 5 മണി മുതൽ 6 മണി വരെ നടത്തിവരുന്ന അമാസന ധ്യാനം പരിശീലിക്കുക. അതേ വീഡിയോ ഉപയോഗിച്ച് മറ്റ് സമയങ്ങളിലും ധ്യാനം ചെയ്യാവുന്നതാണ്. മനസ്സിൻ്റെ പരിണാമത്തെക്കുറിച്ചും മനസ്സിനെ എങ്ങനെ ശുദ്ധീകരിക്കാം എന്നതിനെക്കുറിച്ചും വിവരിക്കുന്ന ഈ പോഡ്കാസ്റ്റ് അവസാനം വരെ ശ്രവിക്കുക. ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അടിമനസ്സ് എന്നിങ്ങനെ മനസ്സിന് 3 തലങ്ങളുണ്ട്. മനസ്സ് വിസ്തൃതമായും പൂർണ്ണ പ്രവർത്തനത്തിലും കാണപ്പെടുന്നത് മനുഷ്യനിലാണ്. എന്നാൽ ഒരു ആത്മാവ് മനുഷ്യജന്മത്തിലേക്ക് എത്തും മുമ്പ് തന്നെ മനസ്സിൻ്റെ പ്രവർത്തന രീതി ആരംഭിക്കുന്നു. അത് മനസ്സെന്ന തലത്തിൽ ക്രമീകൃതമല്ലാതിരിക്കുന്നു. ചിന്തയോ ചിന്തനമോ അല്ലാതിരിക്കുന്നു. എന്നാൽ ഗ്രാഹ്യം, സ്മരണ, അപഗ്രഥനം എന്നിവയെല്ലാം മനുഷ്യനെന്ന തലത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആരംഭിക്കുന്നു. മനുഷ്യൻ്റെ അപഗ്രഥനം, സ്മരണ, ഗ്രാഹ്യം എന്നിവ വിസ്തൃത മനസ്സിൻ്റെ പ്രവർത്തനവുമായി ചേർന്ന് നിൽക്കുമ്പോൾ മറ്റു ജീവജാലങ്ങളിൽ ഈ പ്രവർത്തനം മനുഷ്യന് സമാനമായ വിശാല പ്രവർത്തനമായി സംഭവിക്കുന്നില്ല. എന്നാൽ അതിൻ്റേതായ തലത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇത് സൂക്ഷ്മതലത്തിൽ ഊർജ പ്രവർത്തനമായിട്ടാണ് സംഭവിക്കുന്നത്. മറ്റു ജീവജാലങ്ങളിൽ മനസ്സിൻ്റെ വിശാലമായ പ്രവർത്തനം ഉണ്ടാകുന്നില്ല. എന്നാൽ ലഘുവായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ട് താനും. ഇവിടെ വ്യക്തമാകുന്നത് എങ്ങനെയാണോ സൂക്ഷ്മ ശരീരത്തിൻ്റെ പരിണാമം സംഭവിച്ചത്, എങ്ങനെയാണോ ഘട്ടം ഘട്ടമായി സ്ഥൂല ശരീരത്തിൻ്റെ പരിണാമം സംഭവിച്ചു വന്നത്, അതേ പ്രകാരത്തിൽ തന്നെ ആത്മാവ് പലവിധ ജീവജാലങ്ങളിൽ ജീവിച്ചിരുന്നപ്പോൾ മനസ്സും ഘട്ടം ഘട്ടമായ പരിണാമത്തിന് വിധേയമായിക്കൊണ്ടിരുന്നു. വിസ്തൃത ശിരോമേഖലയും വിസ്തൃത സൂക്ഷ്മ ശരീരഘടനയുമുള്ള മനുഷ്യനിലേക്കെത്തിയപ്പോഴാണ് മനസ്സ് വിസ്തൃതവും അതീവ ഗഹനവും എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത്. ചിലതരം മത്സ്യങ്ങളിൽ തുടങ്ങി മനസ്സിൻ്റെ പ്രാഥമിക പ്രവർത്തന സ്ഥിതി അറിയാൻ സാധിക്കുന്നു. എന്നാൽ അവയിൽ മനസ്സ് എന്ന തലത്തിലേക്കോ തരത്തിലേക്കോ അവിടെ എത്തുന്നില്ല. കൂടുതൽ വ്യക്തമായ പ്രവർത്തന ഘടനയുള്ള പക്ഷികളിലേക്കെത്തുമ്പോൾ മനസ്സ് കൂടുതൽ ദൃശ്യമായി തുടങ്ങുന്നു. അവയിൽ ഗ്രാഹ്യവും അപഗ്രഥനവും സ്മരണയും ഉണ്ടായിരിക്കുന്നു. ഒരേ വിഭാഗത്തിലെ പക്ഷികൾ തന്നെ ആയിരിക്കുമ്പോഴും വ്യത്യസ്തമായ സ്വഭാവ രീതികൾ ഉണ്ടായിരിക്കുന്നു. എന്നാൽ അവയുടെ മനോപരിധി വളരെ കുറവായിരിക്കും. വളരെ ലഘുവായ പ്രവർത്തന പരിധി മാത്രമുള്ളതാണ് അവയിലെ മനസ്സ് എന്നത്. അത് മനസ്സെന്ന തലത്തിലല്ലാതെ സൂക്ഷ്മ ഊർജ സഞ്ചാരം
എന്ന നിലയിലായിരിക്കുകയും ചെയ്യുന്നു. ഹിംസ്ര ജന്തുക്കളിലേക്കും മറ്റ് ജന്തുജീവജാലങ്ങളിലേക്കും എത്തിച്ചേരുമ്പോൾ അവയുടെ മനോപരിധി അഥവാ സൂക്ഷ്മ ഊർജ വിചിന്തന പരിധി വർദ്ധിക്കുന്നു. മനുഷ്യനിലേക്കുള്ള മാനസിക പരിണാമത്തിൻ്റെ അടിസ്ഥാനമായ ഘടനയിലേക്ക് എത്തിച്ചേരുന്നു. അതായത് ആത്മാവ് നാൽക്കാലികളായ ജീവിവർഗങ്ങളായി ജന്മമെടുക്കുമ്പോൾ മനസ്സ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അതിൽ ഗ്രാഹ്യം, അപഗ്രഥനം, സ്മരണ എന്നിവ കൂടാതെ വൈകാരികത, സ്വപ്നം എന്ന സ്ഥിതിവിശേഷം, വൈകാരികതയെ സ്വയം തിരിച്ചറിയുന്ന സ്ഥിതിവിശേഷം, സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന സ്ഥിതിവിശേഷം, അതായത് ആത്മാവിൽ ലഭ്യമാകുന്ന സന്ദേശങ്ങൾ സ്വീകരിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം എന്നിവ ഉണ്ടാകുന്നു. നാൽക്കാലികളായ ജീവിവർഗങ്ങളിലേക്കെത്തുമ്പോൾ അവയ്ക്ക് വ്യക്തമായി തന്നെ സ്നേഹം, ദേഷ്യം, കാമം, നഷ്ടബോധം, ദുഃഖം, കോപം എന്നിവയെല്ലാം അറിയാനും അനുഭവിക്കാനും സാധ്യമാകുന്നു. അതായത് ഷഡ്ദോഷത്തിൻ്റെയും സദ്ഗുണത്തിൻ്റെയും വൈകാരികത അറിയാനും അത് തിരിച്ചറിയാനും അത് അനുഭവിക്കാനും സാധ്യമാകുന്ന സ്ഥിതിവിശേഷം നാൽക്കാലികളായുള്ള ജന്മങ്ങളിലേക്കെത്തുമ്പോൾ ഉണ്ടാകുന്നു. അതിനു മുമ്പുള്ള മത്സ്യം മുതൽ തുടങ്ങി പക്ഷികൾ, മറ്റു പല ജീവജാലങ്ങൾ എന്നിങ്ങനെയുള്ള വിഭാഗ ജന്മങ്ങളിൽ ചില ജീവജാലങ്ങൾക്ക് സന്ദേശം സ്വീകരിക്കാനും ആത്മാവിൽ ലഭ്യമാകുന്ന സന്ദേശത്തെ അറിയുവാനുള്ള പ്രാപ്തിയും ഉണ്ടായിരിക്കുന്നു. എന്നാലത് ഒരു ലഘുവായ പ്രക്രിയ മാത്രമായും ഈ സന്ദേശങ്ങളെ അവയുടെ പ്രാഥമിക തലത്തിൽ സന്ദേശം മാത്രമെന്ന നിലയിലും അതിനനുസരിച്ചുള്ള പ്രവർത്തനം സ്വാഭാവികമായി അവയിൽ സംഭവിക്കുന്ന വിധത്തിലുമൊക്കെ നടക്കുന്നു. വരാൻ പോകുന്ന പ്രകൃതി ദുരന്തത്തിൻ്റെ സന്ദേശം ആത്മാവിന് അറിയാൻ കഴിയുകയും അതിനനുസരിച്ചുള്ള ചലനങ്ങൾ അവയിൽ ഉണ്ടാകുകയും എന്നാൽ ആ സന്ദേശം സ്വീകരിക്കാൻ വ്യക്തമായി മനസ്സിൻ്റെ പ്രവർത്തനം എന്ന സ്ഥിതിവിശേഷം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനത്തിൻ്റെ വികസിത രൂപം ജീവജാലങ്ങളിൽ സംഭവിക്കുന്നത് നാൽക്കാലികളായുള്ള ജന്മത്തിലാണ്. അങ്ങനെയുള്ള ജന്മങ്ങൾ സ്വീകരിക്കുമ്പോൾ ഇവയിലെ മനസ്സിൻ്റെ പ്രാഥമിക സ്ഥിതി വികസിക്കപ്പെട്ടു വരുന്നു. അങ്ങനെ പരിണാമം സംഭവിച്ചാണ് മനുഷ്യൻ എന്ന തലത്തിലേക്ക് എത്തുന്നത്. സ്ഥൂല ശരീരത്തിനും സൂക്ഷ്മ ശരീരത്തിനുമൊപ്പം മനസ്സും വിവിധ പരിണാമത്തിന് വിധേയമായിട്ടാണ് മനുഷ്യൻ എന്ന തലത്തിലേക്ക് എത്തുന്നത്. മനുഷ്യൻ എന്ന നിലയിൽ ആദ്യ ജന്മമെടുക്കുമ്പോൾ തന്നെ മനസ്സിൻ്റെ വിസ്തൃതമായ പ്രവർത്തന സ്ഥിതി ആരംഭിക്കുന്നു. ഈ വിസ്തൃത സ്ഥിതിയിലാണ് ബോധമനസ്സ്, ഉപബോധമനസ്സ്, അടിമനസ്സ് എന്നിങ്ങനെ വ്യക്തമായ മാനസിക തലങ്ങൾ രൂപം കൊള്ളുന്നത്. മനസ്സ് എന്നത് ഒരു വിസ്തൃതമായ ഊർജമേഖലയാണ്. അനേകം തരംഗങ്ങളും തരംഗസഞ്ചാരവുമാണ് ഇതിൻ്റെ പ്രവർത്തനം. ഓരോ ആത്മാവിലും അനേകം ഊർജ ഘടകങ്ങളുണ്ട്. പല ഊർജ രൂപങ്ങളും പൂർവജന്മങ്ങളിലെ അനുഭവ സമ്പത്തോടു കൂടിയ ഊർജ രൂപങ്ങളാണ്. ഓരോ ഊർജ രൂപങ്ങൾക്കും ഷഡ്ദോഷത്തിൻ്റെയോ സദ്ഗുണങ്ങളുടെയോ സ്വഭാവ സവിശേഷതകളുണ്ട്. അതിൻ്റെ തരംഗ നിലവാരമുണ്ട്. പല ഊർജ രൂപങ്ങളും പൂർവജന്മങ്ങളിലെ അനുഭവങ്ങളിൽ നിന്നും ആർജിക്കപ്പെട്ടിട്ടുള്ള ഊർജ ഘടകങ്ങളുമാണ്. ഇങ്ങനെയുള്ള ഊർജ ഘടകങ്ങളെ സംസ്കാരങ്ങൾ എന്ന് പറയുന്നു. ഇവ അതിസൂക്ഷ്മമായ ഊർജ ഘടകങ്ങളും ഊർജ ബിന്ദുക്കളുമാണ്. ഇവ അതിസൂക്ഷ്മ ഊർജ ഘടകങ്ങളായിരിക്കുമ്പോഴും
ഇവ പ്രവർത്തനാത്മകമാകുമ്പോൾ തരംഗ പ്രസരണം നടത്തുവാനും ഊർജ സ്വീകരണം നടത്തുവാനും പ്രാപ്തിയുള്ള ഊർജ ഘടകങ്ങളാണ്. അതായത് ഓരോ ആത്മാവിലും പ്രവർത്തനാത്മകമായ സ്ഥിതിയിലുള്ള ഊർജ ഘടകങ്ങൾ ഊർജ ബിന്ദുക്കളായി നിലനിന്നുകൊണ്ട് ഊർജ ബിന്ദുവിൻ്റെ നിലവാരത്തിലുള്ള അതിനേർത്ത ഊർജ തരംഗങ്ങൾ പ്രസരിപ്പിക്കുകയും ആത്മാവിലേക്ക് ആദിശൂന്യ ബലശക്തി ഊർജമെത്തുമ്പോൾ ഈ ഊർജത്തിലേക്ക് ആകർഷിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ഇങ്ങനെ എത്തിച്ചേരുന്ന ഊർജം സ്വാഭാവിക തരത്തിലുള്ള ഊർജമാണെങ്കിൽ, അതായത് അതീവ ശക്തമല്ലാത്ത സ്വാഭാവിക നിലനിൽപ്പിനായി ശരീരത്തിലേക്കെത്തുന്ന ഊർജമാണെങ്കിൽ, ആ ഊർജത്തിന് വിശേഷിതമായ തരംഗശേഷി ഇല്ലാതിരിക്കുകയും ആ ഊർജത്തെ സംസ്കാര ഊർജ ഘടകങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ സംസ്കാര ഊർജ ഘടകങ്ങൾ കൂടുതൽ ശക്തമായി തീരുകയും കൂടുതൽ പ്രവർത്തനാത്മകമാകുകയും ചെയ്യും. ബോധിസത്വ അവസ്ഥ പ്രാപിച്ച പൂർണ്ണനായ ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ സാധന ചെയ്യുന്നവരിൽ കൂടുതൽ തീവ്രമായ ആദിശൂന്യ ബലശക്തി ഊർജമാണ് സ്വീകരിക്കുന്നത്. ഇത് ശുദ്ധീകരണ ഊർജമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ സംസ്കാര ഊർജ ഘടകങ്ങൾ വിഘടിക്കപ്പെട്ട് പോകുന്നു. ഇങ്ങനെയുള്ള സംസ്കാര ഊർജം ഷഡ്ദോഷങ്ങളിൽ നിന്നുള്ള ഊർജ ബിന്ദുക്കൾ, ഊർജ ഘടകങ്ങൾ, ജനിതക ഊർജ ഘടകങ്ങൾ, ആർജിത സംസ്കാര ഊർജ ഘടകങ്ങൾ എന്നിവയെല്ലാം ചേരുന്നതാണ് മനസ്സ്. വളരെ ഗഹനമായ ഒരു വിഷയമാണ് ഇന്നത്തെ പോഡ്കാസ്റ്റിലൂടെ നമ്മൾ ശ്രവിച്ചത്. ഇത് ആവർത്തിച്ച് കേൾക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ.